തെളിവുകളെല്ലാം ഓപ്പോസിറ്റായതിനെ തുടർന്ന് കാര്യങ്ങളിപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. ചന്ദ്രയുടെ മാത്രവുമല്ല, ജഡ്ജി കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനെ തുടർന്ന് എന്തായാലും 4 ദിവസം റിമാൻഡിൽ അടിക്കട്ടെ, അതിനുശേഷമാകാം കാര്യങ്ങൾ. അയ്യോ സാർ, അങ്ങനെയല്ല. ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്താൽ മതി. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്നുള്ള ജാമ്യം ക്യാൻസലാക്കിയിരിക്കുന്നു. ഇത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര. നിങ്ങൾ എന്നെ ചതിച്ചതാണോ ആ അർച്ചനയ്ക്ക് വേണ്ടി? സത്യം പറ വിജയേട്ടാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതാണ് സത്യം. നിന്റെ മുന്നിലൂടെയല്ലേ ഞാൻ കാര്യങ്ങൾ നടത്തിയത്. ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് അവളാ, ആ അർച്ചന. അല്ലെങ്കിൽ ഈ ജാമ്യം അനുവദിക്കേണ്ടതാണ്. അതും ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് പിന്നിൽ വ്യക്തമായ പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ ചന്ദ്ര. മാത്രവുമല്ല, ഇതേ തുടർന്ന് ചന്ദ്രയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതോടെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. വിജയ് ശങ്കർ ചെന്ന് കണ്ടിരിക്കുകയാണ് അർച്ചനയെയും ദീപ്തിയെയും. എൻ്റെ ഭാര്യയെ നിങ്ങൾ മനഃപൂർവ്വം കുടുക്കി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം അവസാനിച്ചു എന്ന് കരുതണ്ട. ഇതിനുള്ള തിരിച്ചടി അത് നൽകുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കിക്കോ, ഇതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു നിൽക്കുന്ന ദീപ്തി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ അർച്ചന മുന്നിലേക്ക് കയറി വരുന്നു. അതെ മിസ്റ്റർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുമില്ല എന്നതാണ് സത്യം. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വേണ്ട. ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ അധികം ഭീഷണിയൊന്നും വേണ്ട എന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഇനി കാര്യങ്ങളെല്ലാം കോടതിയിൽ വെച്ച് കാണാം. അതിനിപ്പോൾ ഒരു പ്രശ്നവുമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കോടതിയിൽ വെച്ച് കാണുക തന്നെ ചെയ്യും. അത് ഉറപ്പ് തന്നെയാണ്. നിനക്കുള്ള തിരിച്ചടി അത് ഞങ്ങൾ തന്നെ നൽകും. നീ നോക്കിയിരുന്നോ. ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ദീപ്തിയെയും കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയുന്ന സൂരജും അതുപോലെ തന്നെ വിജയ് ശങ്കറിൻ്റെ മകളുമാകെ തകർന്നു പോയിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.